ഡോക്ടർ കെ ജയപ്രസാദ്, കേരളം വികസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെന്തിനാണ് വികസിത് കേരള എന്നൊരു മെസ്സേജുമായി, ഒരു മുദ്രാവാക്യവുമായി, ഒരു ന്യൂസ്, അതായത് തെരഞ്ഞെടുപ്പ് ക്യാപ്ഷനുമായി BJP രംഗത്ത് വരുന്നത് എന്നാണ് ഡോക്ടർ ബി ജയരാജ് ചോദിച്ചത്. ഇവിടെ ശ്രീ ജയരാജ് അതോടൊപ്പം തന്നെ ശ്രീകുമാർ സാറും പറഞ്ഞ കാര്യങ്ങളിൽ രണ്ടും നമുക്ക് വളരെയധികം കൗതുകമുണർത്തുന്ന വിഷയങ്ങളാണ്. ഒന്ന്, അത് ഞാൻ ശ്രീകുമാർ സാറ് പറഞ്ഞ കാര്യം, പാലക്കാടും തൃശ്ശൂരും തമ്മിൽ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ 64 കിലോമീറ്ററാണുള്ളത്. അതായത് കാർ യാത്ര ചെയ്യുന്ന ഒരാളിന് ഇന്ന് അവിടെ 4 ലൈൻ റോഡായതുകൊണ്ട് ഒരു 3/4 മണിക്കൂർ 50 മിനിറ്റ് കൊണ്ട് യാത്ര ചെയ്തെത്താവുന്നതേ ഉള്ളൂ. അപ്പം പ്രധാനമന്ത്രി പോലെയുള്ളൊരു ഒരു വലിയൊരു സമ്മേളനം 64 കിലോമീറ്ററിൽ 2 സമ്മേളനം വയ്ക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഒരു ഔചിത്യമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്, സുരേഷ് ഗോപി അവിടെ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിൽ മാത്രമല്ല ജനവിധി തേടിയത്. അദ്ദേഹം സൂപ്പർ സ്റ്റാറായിട്ട് വന്ന് ആദ്യം ജയിക്കുകയും ചെയ്തില്ല. അദ്ദേഹം 2019 തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് 2,93,000-ലധികം വോട്ട് നേടി. അതിനുശേഷം 5 വർഷം ആ മണ്ഡലത്തിൽ പ്രവർത്തിച്ചതിന് ശേഷമാണ്, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതിന് ശേഷം 2024 അദ്ദേഹം 4,12,000-ഓളം വോട്ടിന് അവിടെ ജയിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തെ നമ്മളൊരു സൂപ്പർ സ്റ്റാറിൻ്റെ വിജയമായി കാണുന്നത് ശരിയല്ല. മറ്റൊന്ന്, പാലക്കാട് പ്രധാനമന്ത്രി ലോക്കൽ ഇഷ്യൂ അല്ല പറയുന്നത്, സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് കേരളത്തിലെയും ദേശീയ തലത്തിലും നമ്മുടെ ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ റോൾ മോഡലായി യുവജനങ്ങൾക്ക് മാറേണ്ട ഒരാൾ ആ തരത്തിൽ മാറുകയും, ഒരാളാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം, അത് ഒന്നിലധികം, അതൊരു വലിയൊരു ഒരു രോഗമാണ്, അതിൻ്റെ ഒരു സിംറ്റമാണ് രാഹുൽ മങ്കട്ടത്തിൽ വന്നത്. അപ്പോൾ അദ്ദേഹം പേര് പറയാതെ അത് സ്ത്രീ സുരക്ഷ അവിടെ പറഞ്ഞത് അതൊരു ലോക്കൽ വിഷയമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി വികസനമുണ്ടായെന്ന് പറയുമ്പോഴേ ഞാൻ ഡോക്ടർ ജയരാജിനോട് ചോദിക്കുന്നത്, കേരളത്തിൽ 500 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ നമ്മൾ തെക്ക് ബാലരാമപുരം മുതൽ സ്പിന്നിങ് മില്ലെന്നുള്ള വളരെ ട്രിവാൻഡ്രം സ്പിന്നിങ് മില്ലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പൊതുമേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയ ഒരു സ്റ്റേറ്റാണ് കേരളം. അതുപോലെ തന്നെ KSRTCയുടെ ജീവനക്കാർ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ വർഷങ്ങളോളം ഈ അടുത്ത കാലത്തായിട്ടാണ് അവർക്ക് ശമ്പളം നേരായി കിട്ടി തുടങ്ങിയത്. അത് തന്നെ കേരളത്തിലെ KSRTCയുടെ പഴയ കാലത്ത് നടത്തിയ സർവീസിൻ്റെ 4/1 ഇപ്പോൾ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ KSRTCയുടെ സർവീസിൻ്റെ നമ്പർ ഒരുപാട് കുറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ KSRTCയുടെ അവസ്ഥ. മറ്റൊന്ന്, ഗവൺമെൻറ് ജീവനക്കാർക്ക് DAയുടെ വിഷയം അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിഷയം. പഴയ കാലത്ത് ആൻ്റണിയുടെ ഭരണകാലഘട്ടത്തിൽ ഒരു ലീവ് സറണ്ടറിൻ്റെ പേരിൽ കേരളത്തിൽ 40 ദിവസം സർക്കാർ ജീവനക്കാർ സമരം നടത്തിയിരുന്നു. ആ സർക്കാർ ജീവനക്കാർ കഴിഞ്ഞ 10 വർഷമായിട്ട് വർഷങ്ങളോളം DA അരിയർ കൊടുക്കാതെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ച ഒരു ഭരണകൂടം. അപ്പോൾ അത് മുഴുവൻ ഇടതുപക്ഷ സംഘടനകളാണ്. ജയരാജിന് മറുപടി പറയേണ്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിലെ എന്ത് വികസനമാണ് കേരളത്തിൽ നമ്മളിന്ന് കാണുന്ന അല്ലെങ്കിൽ മേജർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റ്. അത് വിഴിഞ്ഞം പ്രോജക്റ്റ് തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ സൈൻ ചെയ്തതാണ്. അതിനുശേഷം അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. മറ്റൊന്ന്, കേരളത്തിൽ നടക്കുന്ന നാഷണൽ ഹൈവേ വികസനമാണ്. അതിൽ നമ്മൾ കേരളം മുഴുവനും തലപ്പാടി മുതൽ പാറശാല വരെ നമുക്ക് കാണാം. അത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. അപ്പം ദേശീയ തലത്തിലുള്ള ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ പലതും നടപ്പാക്കിയിട്ട് പലതും വികലമായി പേരുമാറി നടപ്പാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് PM ശ്രീ പോലെയുള്ള ഏറ്റവും കൂടുതൽ മാതൃകാ വിദ്യാലയങ്ങൾക്ക് രൂപം കൊടുക്കേണ്ട സ്കൂൾ ഫോർ റൈസിങ് ഇന്ത്യ, അത് ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസും പ്രചരിപ്പിച്ചത് എന്തോ RSS പദ്ധതി എന്നുള്ളതാണ്. കോൺഗ്രസ് സർക്കാരുകൾ, ഇന്ത്യയിലെ കോൺഗ്രസ് സർക്കാർ ആദ്യം അത് നടപ്പാക്കിയത് അശോക് ഗെഹ്ലോട്ടിൻ്റെ രാജസ്ഥാനിലെ സർക്കാരായിരുന്നു. അത് ഇന്ന് ഇന്ത്യയിൽ കേരളവും തമിഴ്നാടും ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് സർക്കാർ കർണാടകത്തിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു? അല്ലെങ്കിൽ രാജസ്ഥാനിൽ ആരാണ് നടപ്പാക്കിയത്? ഹിമാചൽ പ്രദേശിൽ ആരാണ് നടപ്പാക്കിയത്? അപ്പോൾ കർണാടകത്തിൽ തുടങ്ങുന്നത് BJP ഗവൺമെൻറ്റാണ്, പക്ഷേ അത് തുടർന്ന് കൊണ്ടുപോകുന്നത് കോൺഗ്രസ് സർക്കാരാണ്. അപ്പോൾ അതുപോലെ ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള ഇൻഫ്രാസ്ട്രക്ചറിലായിട്ട് മറ്റെല്ലാ തരത്തിലുമുള്ള ഒരു ലോക നിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി അത് കേരളത്തിൽ തന്നെ നടപ്പാക്കി കഴിഞ്ഞു. കേരളത്തിൽ തന്നെ നവോദയ വിദ്യാലയങ്ങൾ, സെൻട്രൽ സ്കൂളുകൾ, ഇപ്പോൾ മാഹിയിലുള്ള സ്കൂളുകൾ, അപ്പോൾ നമുക്കറിയാം ഈ സ്കൂളുകളിലൊക്കെ നമുക്ക് പോയി കാണാം ഇതിൻ്റെ. അപ്പം അത് ഡോക്ടർ ജയരാജിനെ പോലുള്ളവർ അതൊക്കെ അടുത്തു നിന്ന് പഠിക്കേണ്ടതാണ്. അത് അവിടെ ഉണ്ടായ മാറ്റം, അവിടെ പഠിക്കുന്ന കുട്ടികൾ പാവപ്പെട്ട ഗ്രാമീണ മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്.
ഇപ്പം നമ്മൾ കാണുന്ന ചില സ്കൂളുകൾ പെയിൻ്റ് അടിക്കുന്ന ചെറിയ ബിൽഡിംഗ് വന്ന് അതല്ല വിദ്യാഭ്യാസം എന്നാണ്. അവിടെ നിലവാരമുള്ള വിദ്യാഭ്യാസം, അതിൽ തൊഴിലധിഷ്ഠിതമായിട്ടും മറ്റ് ഒരുപാട് മാതൃകാപരമായ വിദ്യാഭ്യാസമാണ് അവിടെ കൊടുക്കുന്നത്. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതൊന്നും തന്നെ കേരളത്തിലില്ല. കേരളം ഇന്നെന്ന് പറയുന്നത് നമുക്ക് റെമിറ്റൻസിൻ്റെ അടിസ്ഥാനത്തിലൊരു സമ്പദ് വ്യവസ്ഥയാണ്. കേരളത്തിലെ വ്യാവസായ വികസനത്തിൽ കേരളം ഏത് ലെവലിലാണ് നിൽക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് എന്നുള്ളതിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? മറ്റൊന്ന് നമുക്ക് നമ്മളുടെ IT മേഖല, ഇന്ത്യയിലെ IT മേഖലയ്ക്ക് തുടക്കം കുറിക്കുന്നത് കേരളമാണ്. 1982 ടെക്നോ പാർക്ക് തുടങ്ങിയത്. അന്ന് ബാംഗ്ലൂരിൽ IT മേഖലയിൽ ആരംഭിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ഇന്ന് ബാംഗ്ലൂരും ഹൈദരാബാദും ചെന്നൈയും ഒക്കെ എത്രയോ മുകളിലേക്ക് പോയി. ഇന്ത്യയുടെ IT എക്സ്പോർട്ടിൽ 2.25% കേരളത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. ഈ 2026 ജനുവരിയിൽ കേരള സർക്കാർ, പിണറായി സർക്കാർ ഒരു IT പോളിസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്നത് നമ്മളുടെ 10% നമ്മുടെ IT മേഖല, നമ്മുടെ ഷെയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് കേരളത്തിന് ഏറ്റവും കൂടുതൽ ഗുണപരമായിട്ടുള്ള കഴിയുമായിരുന്ന ഏറ്റവും കൂടുതൽ മാൻ പവർ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലുമുള്ള IT എക്സ്പെർട്ടിൽ വലിയൊരു ശതമാനം മലയാളികളാണ്. ഈ മലയാളികൾക്ക് സ്വന്തം കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവനും കേരളം വിട്ടു പോവാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജയരാജ് മറുപടി പറയേണ്ടതാണ്. നിയമസഭയിലെ കണക്ക് പ്രകാരം 45% സീറ്റുകൾ, ഡിഗ്രി സീറ്റുകൾ കേരളത്തിലെ 4 സർവകലാശാലകളിൽ ഒഴിഞ്ഞിടക്കാണ്. അതിൽ MG യൂണിവേഴ്സിറ്റിയിൽ ഏതാണ്ട് 55%. പല സയൻസ് കോഴ്സുകൾക്കുൾപ്പെടെ വിരലിലെണ്ണാവുന്ന കുട്ടികളാണുള്ളത്. അപ്പം നമ്മുടെ തൊഴിലിന് വേണ്ടിയാണ് ഒരു കാലഘട്ടത്തിൽ പുറത്തോട്ട് പോയിരുന്നത്. അതുപോലെ ടെക്നിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി പോയിരുന്നു. ഇന്നങ്ങനെയല്ല. ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകൾക്ക് പോലും കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, കേരളത്തിലെ അധ്യാപകരുൾപ്പെടെ മക്കൾ പുറത്താണ് പഠിക്കുന്നത്. നമ്മുടെ പല നേതാക്കളും പുറത്താണ് പഠിക്കുന്നത്. ഇതൊക്കെ ആണ് കേരളം കണ്ട വികസനം. ഇതാണോ വികസനം, ഡോക്ടർ ബി ജയരാജൻ? ഞാൻ പറയാം. ഇതിനകത്ത് മലയോര ഹൈവേ വിട്ടുപോയി, തീരദേശ ഹൈവേ വിട്ടുപോയി, വാട്ടർ മെട്രോ വിട്ടുപോയി, 5 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകൾ വിട്ടുപോയി. DA കുടിശ്ശിക കൊടുത്തു തീർത്ത് തുടങ്ങിയത് അദ്ദേഹം അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. വിതരണം ചെയ്ത് തുടങ്ങിയ കാര്യം DA കുടിശ്ശിക അധ്യാപകരുടെയും അനധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും എല്ലാ കഴിവും ആളുകൾ മാസമാസമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ DAയുടെ വിഷയം അവിടെ തീർന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടലിലേക്ക് പ്രഖ്യാപിച്ച HLL ഹിന്ദുസ്ഥാൻ ലൈഫ് സയൻസസിൻ്റെ അത് വീണ്ടും തുറന്ന് അത് വിറ്റുതൊലയ്ക്കുന്നതിന് പകരം കേരളം അത് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തിരുവനന്തപുരത്തുള്ളത്. അതുപോലെ തന്നെ പുനലൂർ പേപ്പർ മിൽസ്, അങ്ങനെ എത്ര സ്ഥാപനങ്ങളാണ്, അടച്ചുപൂട്ട സ്ഥാപനങ്ങളാണ് തുറന്നത്. ഞാൻ വിരലെണ്ണാമെന്ന് മാത്രം പറഞ്ഞെന്നുള്ളൂ. എല്ലാത്തിൻ്റെയും ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് വായിച്ച് ഞാൻ സമയം കളയുന്നില്ല. അങ്ങനെ ഈ സ്കൂൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഹൈടെക് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുന്നതൊന്നും PM ശ്രീ പദ്ധതി കൊണ്ടൊന്നും അല്ല. പല സ്കൂളുകളിലും, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ സ്കൂളാണ്, ഹൈസ്കൂള്. ആ ഹൈസ്കൂളിൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ടർഫ് വരെ ഉണ്ട്. അവിടെ അതിനകത്ത് തിരുവനന്തപുരം മോഡൽ സ്കൂളിനകത്ത് സ്റ്റുഡിയോ ഉണ്ട്, കുട്ടികൾക്ക് റേഡിയോ ഉണ്ട്, അവർക്ക് TV സംപ്രേഷണത്തിനുള്ള സൗകര്യങ്ങളുണ്ട്, ചാനലുകളുണ്ട്. ഇങ്ങനെ അത് റോബോട്ടിക്സിന്റെ ലാബുണ്ട്, ജിയോളജിയുടെ ലാബുകളുണ്ട്, ഇങ്ങനെ ലൈബ്രറി ഫെസിലിറ്റി ഉണ്ട്. ഏതെങ്കിലും വിരൽ ചൂണ്ടിക്കാണിക്കാവുന്ന സ്കൂളുകൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഉണ്ടോ? അപ്പോ 2 തരത്തിലാണോ കേരളത്തിലെ സ്കൂളുകളിൽ നിങ്ങൾ സൗകര്യമൊരുക്കിയത്? അങ്ങനെയല്ല. ഈക്വലായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ നടപ്പിലാക്കാനൊന്നും പറ്റില്ല. അത് കേരളത്തിലെ കോളേജുകളിലും പറ്റില്ല. അതൊരു മണ്ടത്തരമാണ്. എല്ലാ സ്കൂളുകളും ഒരുപോലെ ആക്കാനൊന്നും പറ്റില്ല. ഓരോ സ്കൂളുകളുടെ പരിമിതി അനുസരിച്ച് എല്ലാ സ്കൂളുകളും ഒരുപോലെയാക്കലാണ് ഒരു ഭരണകൂടത്തിന്റെ ശരിയായ നയം. അങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലെ സ്കൂളുകൾ ഒരു വഴിക്ക് പൊയ്ക്കോട്ടെ, നഗരപ്രദേശങ്ങളിലെ സ്കൂൾ ഗ്രാമപ്രദേശത്ത്, ഞാൻ താമസിക്കുന്ന ഗ്രാമപ്രദേശത്താണ്. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ താമസിക്കുന്ന ഗ്രാമപ്രദേശത്താണ്. കാച്ചാണി സ്കൂളിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ല തിരുവനന്തപുരം സിറ്റിയിലെ ഇതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഗ്രാമപ്രദേശമാണ്. അതല്ല ഈ പറയുന്നത് കണക്കല്ല. ഒരു മാനദണ്ഡം വെച്ചിട്ട് എല്ലാ സ്കൂളുകളും ഒരേപോലെ ആ കുട്ടികളുടെ സ്ട്രെങ്ത് അനുസരിച്ച്, എത്ര കുട്ടികൾ പഠിക്കുന്നതനുസരിച്ച്, അധ്യാപകരുടെ ഇതനുസരിച്ച്, അങ്ങനെ പല തോതുകളുണ്ട്. അല്ലാതെ ഒരു സ്കെയിൽ വെച്ചിട്ട് എല്ലാത്തിനും ഒരുമിച്ചൊന്ന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ അല്ല ചെയ്യുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ പ്ലാനിങ് അങ്ങനെ അല്ലെന്ന് എനിക്കും അറിയാം. ഈ ഡോക്ടർ ജയപ്രകാശിനും അത് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അത്തരം തർക്കങ്ങളിലേക്കൊന്നും നമ്മൾ പോകണ്ട. അങ്ങനെ സ്കൂളുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? 642 സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ ഉണ്ടായിരുന്ന ആ സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടാതെ തുറന്ന് പ്രവർത്തിപ്പിക്കുകയും 34 ലക്ഷത്തിലധികം കുട്ടികൾ വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി പൊതുവിദ്യാലയങ്ങൾ, എൻ്റെ മകളടക്കം പഠിച്ചത് കോട്ടണിൽ ഗവൺമെൻറ് സ്കൂളിലാണ്. എൻ്റെ മകളടക്കം പഠിച്ചത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയും ട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ടുചേർത്തത്. സർക്കാർ സ്കൂൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ആരെയും വിടാത്തൊരു സ്ഥലത്തേക്കാണ് എൻ്റെ മകളെ അടക്കം ഞാൻ പഠിക്കാനായിട്ട് വിട്ടത്. അതുകൊണ്ട് എനിക്ക് സത്യമായിട്ട് ചങ്കത്ത് കൈവച്ച് തന്നെ പറയാം, വളരെ നല്ല ഫെസിലിറ്റിയാണ്, വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ആ സ്കൂളിൽ കിട്ടിയിരിക്കുന്നത്. ഗേൾസ് ഹൈസ്കൂളിൻ്റെ കാര്യത്തിൽ മറ്റ് ഏത് വലിയ സ്കൂളിനേക്കാളും കിടപിടിക്കുന്ന വിജയവും കാര്യങ്ങളുമാണ് ഗവൺമെൻറ് കോട്ടണിൽ സ്കൂള്
GHS ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം. അത് തിരുവനന്തപുരത്താണ്. അതുപോലെ ഇവിടെ താമസിക്കുന്ന കൊല്ലത്തെ സ്കൂൾ എടുത്ത മുളങ്കാട് ഗവൺമെൻറ് ഹൈസ്കൂള്, പിന്നെ ഹൈസ്കൂൾ ജംഗ്ഷനിലെ ഹൈസ്കൂള്, ഗേൾസ് ഹൈസ്കൂള്, ബോയ്സ് ഹൈസ്കൂള്, ഇതെല്ലാം സർക്കാർ സ്കൂളുകളാണ്. മറ്റ് ഏത് സ്വകാര്യ സ്കൂളുകളെക്കാളും കിടപിടിക്കുന്നത്, അതിനേക്കാളും മുന്നിലാണ് അതിൻ്റെയൊക്കെ വിജയ ശതമാനവും അവിടുന്ന് വരുന്ന കുട്ടികളുടെ പെർഫോമൻസും എല്ലാം. അപ്പോൾ ആ സ്കൂളുകളുടെ കാര്യം അങ്ങനെ. അതുപോലെ ആരോഗ്യ മേഖലയിൽ ഞാൻ എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തത് ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. നമ്മുടെ കണ്ണാശുപത്രിയുടെ ഓപ്പോസിറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കാരിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എന്ത് നല്ല ഫെസിലിറ്റി ആണെന്ന് അറിയാമോ അവിടെ. കേരളത്തിൽ കണ്ണൂർ തൊട്ട് കാസർഗോഡ് തൊട്ട് ഇങ്ങോട്ട് വന്നുള്ള മുഴുവൻ ആളുകൾ അവിടെയാണ് ചികിത്സയ്ക്ക് വരുന്നത്. ഞാൻ അവിടെയാണ് കണ്ണ് ഓപ്പറേഷൻ ചെയ്തത്. വേറെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടല്ല ഞാൻ ചെയ്തത്. കാരണം എന്തുകൊണ്ടാണ്? അത്രയും നല്ല ചികിത്സ കിട്ടുന്നതുകൊണ്ടാണ്. അതുപോലെ കാത്ത് ലാബുകൾ, അതുപോലെ തന്നെ നമ്മൾ ഡയാലിസിസ് യൂണിറ്റുകൾ. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 12 ഹോസ്പിറ്റലുകളിൽ ഡയാലിസിസ് യൂണിറ്റ് ഉണ്ട്. ഒരു തവണ ഡയാലിസിസ് ചെയ്യുന്നതിന് എത്ര രൂപയാവുമെന്ന് അറിയാമോ? ഒരു തവണ ഒരു സാധാരണക്കാരന് ഒരു കിഡ്നി രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ഡയാലിസിസ് ചെയ്യുന്ന ഒരാഴ്ച 3 ഡയാലിസിസ് എങ്കിലും വേണ്ടി വരും. ഒരു പാവപ്പെട്ടവൻ എങ്ങനെ കൊടുക്കാൻ പറ്റും? അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് സർക്കാർ ഇവിടെ. അതാണ് ആരോഗ്യമേഖലയെക്കുറിച്ച് ഞാൻ ചെറിയൊരു ഉദാഹരണം. ഓപ്പൺ ഹാർട്ട് സർജറി ആദ്യമായിട്ട് നടത്തിയ സർക്കാർ ആശുപത്രിയാണ്. ലിവർ ട്രാൻസ്പ്ലാന്റ് നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ കണ്ടിട്ട് അല്ലാതെ ഏതോ ഒരു തുണ്ട് കത്രിക അവിടെ വെച്ച് മറന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ ഉണ്ടാക്കി കൊണ്ടുവന്ന മുഴുവൻ സാധനങ്ങളെയും അതെ വളരെ ലാഘവത്തോടെ കാണേണ്ട ഒരു വിഷയമാണല്ലോ. ഒറ്റപ്പെട്ട സംഭവം. ഇന്നൊരു കഥ വന്നിട്ടുണ്ട്. കാല് വേദനിച്ച് പോയ ഒരാൾ കാല് ശേഷം ഒരാഴ്ച അനുവദിക്കൂ. എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ പറഞ്ഞുതരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 500 ബെഡുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ 500 പേരെ മാത്രമേ അതിനകത്ത് പെർമിറ്റ് ചെയ്യത്തുള്ളൂ. 501ാമത്തെ ആളിനെ അവിടെ കയറ്റത്തില്ല. അതേ സർക്കാർ ഹോസ്പിറ്റൽ 10,000 പേര് വന്നാലും 10,000 പേർക്കും ചികിത്സ കൊടുത്തേ പറ്റൂ. അങ്ങനെ രാവിലെ 8 മണി തൊട്ട് പിറ്റേന്ന് രാവിലെ 8 മണി വരെ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്. താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. താങ്കൾ അവിടെ ചെന്നാൽ കാണാൻ പറ്റും. അത്രയധികം രോഗികളാണ് അവിടെ വരുന്നത്. അത്രയധികം രോഗികൾ ഇത്രയും ഡോക്ടർമാർക്ക് ചികിത്സിക്കുന്നതിന്, മെഡിക്കൽ സ്റ്റുഡൻസിനടക്കം ചികിത്സിക്കുന്നതിന് പരിമിതികളുണ്ട്. അങ്ങനെ വലിയ സ്റ്റാഫിൻ്റെ വളരെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജിനകത്തൂടെ നിന്നുകൊണ്ട് ഇത്രയധികം ജനസാമാന്യത്തിനാണ് ഫ്രീ ആയിട്ടുള്ള ചികിത്സ കൊടുക്കുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് കേസുകൾ, എത്ര കോടി ജനങ്ങളാണ് ഒരു ദിവസം സർക്കാർ ആശുപത്രിയിലൂടെ കയറിപ്പോകുന്നതെന്ന് അറിയാമോ? അപ്പോൾ ഇങ്ങനെ ഒരു എറർ, എവിടെയാണ് എറർ ഇല്ലാത്തത്? ഈ ഒരു എറർ, ആ എറർ കൊണ്ട് അവർക്ക് ജീവോപായം ഒന്നും സംഭവിച്ചില്ല. അത് റിമൂവ് ചെയ്ത് മാറ്റാവുന്ന കേസേ ഉള്ളൂ. നമ്മൾ കയ്യിലൊരു സ്റ്റീൽ കമ്പി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബോഡിയായിട്ടൊക്കെ സെറ്റാവും. അത് വെടിയുണ്ടയായിട്ട് നടക്കുന്ന ആളുകളല്ലേ. കാർഗിൽ യുദ്ധത്തിൽ തന്നെ എനിക്കറിയാവുന്ന ഒരു പട്ടാളക്കാരനുണ്ട്. 2-3 വെടിയുണ്ടകൾ കാലിൽ തളച്ചിരിപ്പുണ്ട്. അത് എടുത്തു മാറ്റിയിട്ടില്ല. അങ്ങനെ എത്രയോ പേരുണ്ട്. അവർക്ക് ബോഡിയായിട്ട് സെറ്റായിട്ട് പോകും. പക്ഷേ അതൊരു ഫേറ്റലായിട്ടുള്ള ഒരു സാധനം ആയിരുന്നില്ല. ശരി, അത് എറർ തന്നെയാണ്. പക്ഷേ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോഗ്യമേഖല അമ്പാടും അങ്ങ് തകർന്നു പോയി, അല്ലെങ്കിൽ ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യമേഖല നശിച്ചു പോയി എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്വകാര്യ മേഖലയ്ക്ക് കടന്നു കയറാനും 10,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, ഇന്ന് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ഇലക്ഷൻ ഫണ്ട് അനുവദിച്ചിരിക്കുന്ന ആരാണ്? മെഡിക്കൽ കമ്പനികളാണ് കോൺഗ്രസ് പോകേണ്ടതുള്ളതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വളരെയധികം നന്ദി ഡോക്ടർ BJ രാജ്.